എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ സ്വാഗതം അറിയിക്കുന്നു. ദിവ്യ സന്ദേശം എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഞങ്ങളെ ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ നൽകുന്നത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദിവ്യ സന്ദേശത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പ്രവചന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. ആമോസിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. വിശുദ്ധ ബൈബിൾ മുഴുവനും രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മർമ്മങ്ങൾ, രഹസ്യങ്ങൾ പലതും ഇനി സംഭവിക്കുവാനുള്ളതാണ്. കാരണം നാം സേവിക്കുന്ന ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. വേദപുസ്തകം തന്നെ രചിച്ചിരിക്കുന്നത് ഏതാണ്ട് 1600 വർഷങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ പുസ്തകം എഴുതുന്നത് BC 1400-500 കാലഘട്ടങ്ങളാണ്. അവസാനത്തെ പുസ്തകം എഴുതുന്നത് ഏതാണ്ട് AD 90 കാലങ്ങളിലാണ്. എഴുത്തുകാർ തമ്മിൽ വർഷങ്ങളുടെ അന്തരമുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അത് സത്യവേദ പുസ്തകം എന്ന ഏക പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ സന്ദേശങ്ങളിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന ഏക വിഷയം അതാണ് ദൈവം മറച്ചു വച്ചിരുന്ന വലിയ രഹസ്യം. എന്താണത്? ഞാൻ പറഞ്ഞല്ലോ, ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. മുൻകൂട്ടി അറിയിക്കും. മനുഷ്യനെ സംബന്ധിച്ച് ദൈവം മറച്ചു വെച്ചിട്ട് കാലസമ്പൂർണത വന്നപ്പോൾ നിവർത്തീകരിച്ച ഏക രഹസ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുത്ഥാനവും സംബന്ധിച്ചുള്ള കാര്യമാണ്. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പുസ്തകങ്ങളിലും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അവൻ തിരിച്ചറിയേണ്ടതായ ഏറ്റവും വലിയ രഹസ്യം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്പം കൂടെ വ്യക്തമായി ദൈവം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് യേശുവിൻ്റെ മാതാവും പിതാവുമാകുവാൻ ഭാഗ്യം ലഭിച്ച യോസഫും മറിയയുമാണ്. യോസഫിനടുക്കലേക്ക് ദൂതൻ വന്ന് പ്രത്യക്ഷമായി സംസാരിക്കുന്ന ഭാഗങ്ങൾ നമ്മെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം മുൻകൂട്ടി വന്ന് യോസഫിനോട് സംസാരിക്കുന്നു. എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ആ പ്രത്യക്ഷതയുടെ 3 അവസ്ഥകളാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനെ കണ്ട് സംസാരിച്ച സന്ദർഭം യോസഫിൻ്റെ സംഘർഷവേളകളിലെ സന്ദർശനമാണ്. ജീവിതത്തിൽ നിർണായകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാത്തവരാരും തന്നെ ഉണ്ടാകത്തില്ല. ജീവിതത്തിൻ്റെ ചില പ്രത്യേക ടേണിംഗ് പോയിന്റുകൾ. ഞാൻ അതിനുവേണ്ടി നിങ്ങളെ ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് മത്തായിയുടെ സുവിശേഷമാണ്. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പുസ്തകം ആരംഭിക്കുന്ന പുസ്തകമാണ് മത്തായി. അതിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തു ജന്മം യുവണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ
അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ദൈവത്തിന്റെ ദൂതൻ യോസഫിനെ വന്ന് കാണുന്ന സമയം ഒരു സംഘർഷവേളയായിരുന്നു. എന്താണ് സംഘർഷവേള എന്ന് പറയാൻ കാരണം? യോസഫ് ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ കണ്ടു. അവർ കുടുംബമായിട്ട് ആലോചിച്ചു, വിവാഹമൊക്കെ ഉറപ്പിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. യഹൂദ സംസ്കാരം അനുസരിച്ച് നിശ്ചയം കഴിയുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മാരേജ് കഴിഞ്ഞതിന് തുല്യമാണ് ഏതാണ്ട്. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ അനന്തരമായി നമുക്കറിയാം, ഒരു മാരേജ് എൻഗേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവരെ ഒരു ഭാര്യയും ഭർത്താവും പോലെ തന്നെ അവരൊരുമിച്ച് താമസിക്കുന്നില്ലെങ്കിലും ഞാനിങ്ങനെ പറയാറുണ്ട്, ആ പുരുഷന്റെ മനസ്സിൽ ആ സ്ത്രീയും ആ സ്ത്രീയുടെ മനസ്സിൽ പുരുഷനും, പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ചിന്തയായിരിക്കും എൻ്റെ ഉള്ളിൽ. വിവാഹം കഴിയുന്നത് വരെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടും. അപ്പോൾ യോസഫിനെ സംബന്ധിച്ച് മറിയയുമായുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ, നിശ്ചയം കഴിഞ്ഞിട്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ അവർ ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്ന് താൻ വാർത്ത അറിയുകയാണ്, ഈ താൻ കെട്ടാൻ പോകുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞ ഈ കുട്ടി ഗർഭിണിയാണ്. മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കി, നമ്മളൊരാളാണ് ആ സാഹചര്യത്തിലാണ് എന്താ ചെയ്യുക? ആ കുട്ടിയെ വിവാഹം കഴിക്കത്തില്ലെന്ന് മാത്രമല്ല, ഈ കുട്ടിയെ കൊണ്ട് ആരെയും കഴിപ്പിക്കത്തുമില്ല, ആ കുടുംബത്തിൽ നിന്ന് ആരെയും കല്യാണം കഴിക്കുകയല്ല. ശരിയല്ലേ? അപ്പോൾ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അദ്ദേഹം നീതിമാനായ മനുഷ്യനായ, ആ സ്ത്രീക്ക് അപവാദം വരുത്താൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഗൂഢമായിട്ട് എന്ന് പറഞ്ഞ രഹസ്യമായിട്ട് അവളെ കൈയൊഴിയുക, അതായിരുന്നു ഉദ്ദേശം. ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ അയാൾ ഇച്ഛിച്ചില്ല. എന്നാൽ അയാളുടെ ഉള്ളിൽ വിഷമമുണ്ട്. കാരണം എന്നാ, താന് സ്വപ്നം നെയ്തു കൂട്ടി, ആ സഹോദരിയുമായുള്ള വിവാഹം കഴിഞ്ഞ് അവരുടെ സ്വപ്ന ലോകം നെയ്തു കൂട്ടി ചീട്ടുകൊട്ടാരം പോലെ തകരാൻ പോവുകയാണ്. ആ മനുഷ്യൻ വിചാരിച്ചു, ഇനി എൻ്റെ ലൈഫിൽ ഇനി എന്താ ഒരു ഭാവി ഉണ്ടാകുക? എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ നിർണായകമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നിർണായകമായെന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പിരിമുറുക്കം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. ഒരു പക്ഷേ അത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കുണ്ടായ ഒരു അനർത്ഥം, മേ ബി ചില ആക്സിഡൻറ്റുകൾ, നമ്മൾ വളരെ സ്നേഹിച്ച ഒരാളുടെ മരണവാർത്ത, അല്ലെങ്കിൽ ഇതുപോലെ മാരേജ് ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മോഹിച്ചുണ്ടാക്കിയ ബിസിനസ്സിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്നൊരു തകർച്ച, ഇങ്ങനെ ജീവിതത്തിലെ സംഘർഷ സമയങ്ങൾ. ഈ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചു പോകും. നമ്മൾ പല ആളുകളും ഷെയർ ചെയ്യും. നമുക്ക് ആപ്റ്റായിട്ടുള്ള ശരിയായ ഉപദേശം കിട്ടുന്നവരെ ചിലപ്പോൾ നമുക്ക് ഉറക്കമുണ്ടാവില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംഘർഷ വേളയിലിരിക്കുമ്പോൾ തനിക്കിത് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ട്. എല്ലാ രഹസ്യമൊന്നും എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റുകയില്ല. ചിലരോട് നമ്മൾ രഹസ്യമായി ചെന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തിരിയുമ്പോൾ തന്നെ അത് പരസ്യമാകും. അവർ പറയുന്നറിയോ, എന്നോട് അയാളൊരു കാര്യം പറഞ്ഞു, ആരോടും പറയരുതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ അയാളോട് പറയുന്നത്. ഇത് കേട്ട പാർട്ടി എന്ത് ചെയ്യുന്നറിയാമോ? അയാളും പറയും, ഈ ആരോടും പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ആ പഞ്ചായത്ത് മൊത്തം എത്തും. അതുകൊണ്ട് തന്നെ യോസഫിനെ സംബന്ധിച്ച് ഇത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുക. ഇന്നത്തെ കാലത്താണെങ്കിൽ അറ്റാക്ക് വന്ന് തീരാൻ ഇങ്ങനൊരു സംഭവം മതി. പക്ഷെ എൻ്റെ ശ്രോതാക്കളോട് ഞാനെന്ന് പറയട്ടെ, ഈ യോസഫിൻ്റെ സംഘർഷ വേളയിൽ അവൻ പറയാതെ, അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിൻ്റെ മാനസിക പിരിമുറുക്കം കണ്ടിട്ട് ദൈവത്തിൻ്റെ ദൂതൻ തന്നിടക്കിലേക്ക് വരികയാണ്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംഘർഷ വേളകൾ ആരും അറിയുന്നില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ശ്രോതാവെ നിങ്ങളൊന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഡൈവേഴ്സിൻ്റെ വക്കിലിരുന്ന് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ,
നിങ്ങൾ ചിന്തിക്കാൻ അടുത്തൊരു നിമിഷം എങ്ങനെ മുന്നോട്ട് പോകും, ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ജീവിതത്തില് ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. നിങ്ങളുടെ ഏതൊരു തകർച്ചയിലും അതിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ ശ്രോതാവെ നിങ്ങളെന്ന് അറിയുക. നോക്കിക്കേ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. അവിടെ വായിക്കുന്നു, അദ്ദേഹത്തെ വിളിച്ചത് ഇങ്ങനെയാ, ദാവീദിന്റെ മകനായ യോസഫേ. ദൈവത്തിന് നമ്മുടെ പേരറിയാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലുണ്ട്. ബൈബിൾ പറയുന്നു നക്ഷത്രങ്ങളെ അവിടുന്ന് പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 130 കോടി ജനമേ ഉള്ളൂ. കേരളത്തിൽ 3 കോടി ജനവും കണ്ടേ ഉള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ, ദൈവത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരറിയാം. അവനെ പേര് ചൊല്ലി വിളിച്ചു. ഇത് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ ശങ്കിക്കണ്ട, നീ നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുക. അവള് നിരപരാധിയാണ്. അവളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. സയൻസിന് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ സംഭവിച്ചത് ഒരു ദിവ്യമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അവളൊരു മകനെ പ്രസവിക്കും. അത് ദൈവത്തിന്റെ പുത്രനായ ഇമ്മാനുവലായ ലോകരക്ഷകനായ യേശുക്രിസ്തുവാണ്. ഇതൊരു യാദൃച്ഛിക സംഭവമല്ല പ്രിയമുള്ളവരെ. യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനത്തിൽ പറഞ്ഞതാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. യേശു ലോകത്തിൽ വരുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു പ്രവചനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. ജീവിതത്തിലെല്ലാം തീർന്നെന്ന് വിചാരിച്ച, സംഘർഷം കൊണ്ട് ജീവിതത്തിന്റെ വലിയൊരു കയത്തിലേക്ക് പോയ ഈ കുടുംബത്തിനുണ്ടാകുന്ന അവസ്ഥ നോക്കിക്കേ. അല്പം വിഷമം അനുഭവിച്ചെങ്കിലും അവരുടെ ജീവിതം ഇപ്പം മാനിക്കപ്പെടാൻ പോവുക. എന്താ? ദൈവം പറഞ്ഞു, ദൈവപുത്രൻ നിങ്ങളുടെ വീട്ടിൽ ജനിക്കാൻ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ലോകരക്ഷകന്റെ അപ്പനും അമ്മയും ആകാൻ പോവുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ പറന്ന ഒരു സാധാരണ സഹോദരനും സഹോദരി, അവരുടെ ജീവിതം മാറി മറിയപ്പെട്ടു. ഇവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം എന്തെന്നറിയാമോ? യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് വായിച്ചിട്ടുണ്ടാകണം. അവർ പറഞ്ഞു, ദൈവമേ, ഇത്രയും വലിയ ഭാഗ്യം ലഭിക്കാൻ ഈ സാധാരണക്കാരായ ഞങ്ങൾ ഏതുമല്ലല്ലോ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും ഒരു തടസ്സമല്ല. ജോസഫിൻ്റെ ലൈഫ് ദൈവം മാറ്റിമറിച്ചു. അവൻ്റെ സംഘർഷ ജീവിതം സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് എത്തുകയാണ്. കാരണം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അതെ, ജീവിതത്തിലെ ദൈവത്തിൻ്റെ ചില വിടുതലുകൾ, നന്മകൾ അനുഭവിക്കണമെങ്കിൽ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ നമുക്ക് തയ്യാറാണ്. ഒന്നും നമ്മളെ വിട്ട് കഴിഞ്ഞു പോയിട്ടില്ല. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങളും ഇതുപോലെ ജീവിതത്തിൻ്റെ സംഘർഷാവസ്ഥകളിൽ കൂടെ കടന്നുപോയവരാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്ത ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സംഘർഷ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേക സന്ദർശനം അനുഭവിച്ച് ജീവിതത്തെ അതിജീവിച്ച ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സഹോദരൻ സിബി മിഖായേൽ. സ്വാഗതം സിബി മൈക്കിൾ അല്ലേ? അതെ. സിബി എവിടെ ശരിക്കും താമസിക്കുന്നത്? ഞാൻ കൊച്ചിയിൽ തന്നെയാണ്, പള്ളുരുത്തിയിലാണല്ലേ? ഓക്കെ. വീട്ടിലാരെല്ലാം ഉണ്ട്? എൻ്റെ വീട്ടില് ഞങ്ങളെ 4 മക്കളാണ്. അപ്പനും അമ്മയും മരിച്ചുപോയി. ശരി. ഏത് പ്രായത്തിലാ? പിന്നെ എൻ്റെ അപ്പൻ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ്. ഓക്കെ. അമ്മച്ചി? എൻ്റെ അമ്മ മരിച്ചിട്ട് 2010-ലാണ് മരിച്ചത്. 6 വർഷമാണ്. ശരി. എങ്ങനെയാ ലൈഫ്
ഈ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ വന്ന് ജീവിതത്തിൽ ഇത്രയും സമാധാനമൊക്കെ അനുഭവിക്കുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതാണ്. അതിനോടനുബന്ധിച്ച് വളരെ കഷ്ടതയിലൂടെയാണ് എൻ്റെ മാതാവ് ഞങ്ങൾ 4 മക്കളെ വളർത്തി വലുതാക്കിയത്. ഒരുപാട് കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്കൊരു നല്ല ഭവനമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കഷ്ടതയുടെ ഇതിലാണ് ഞങ്ങൾ വളർന്ന് ജീവിച്ചത്. എന്നാൽ എൻ്റെ മാതാവിന് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗം പിടിപെടുവാനായിട്ട് ഇടയാക്കി. ആ സമയം എനിക്ക് ഏകദേശം 10-23 വയസ്സ് പ്രായമുണ്ട്. അപ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയമായിരുന്നു അതോ അതിന് മുമ്പുള്ള കാര്യമാണോ പറയണേ? അതിന് മുൻപുള്ള കാര്യം. ശരി ശരി, ഓക്കെ. ഈ ദൈവ സ്നേഹമൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ശരി ശരി. അങ്ങനെ ആ സാഹചര്യത്തിൽ ലോകത്തിൻ്റെതായ സന്തോഷവും സുഖവും എല്ലാം ഞാൻ മുഴുകി ജീവിച്ച ആളാണ്. എന്നാൽ എൻ്റെ അമ്മയുടെ ഈ രോഗം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. മറവി രോഗം. എല്ലാവരെയും ഞങ്ങൾ മക്കളെയൊക്കെ മറന്നു. സ്വന്തം കാര്യം പോലും നോക്കാൻ വയ്യാതെ വണ്ണം എല്ലാം മറന്ന ഒരു അവസ്ഥയിലേക്ക് അമ്മച്ചിയാണല്ലോ നിങ്ങളെല്ലാം വളർത്തുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അമ്മ ഇങ്ങനെ വന്നപ്പോ ഞാൻ ഏറ്റവും ഇളയതായതുകൊണ്ട് ഞാനും ഏറ്റവും എൻ്റെ അമ്മയെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. വളരെ എനിക്ക് എൻ്റെ അമ്മച്ചിയാണ് ഏറ്റവും ഈ ലോകത്ത് വലുതായിട്ട് ഞാൻ കണ്ടത്. ആ അമ്മയ്ക്ക് എനിക്ക് ഈ അസുഖം വന്നപ്പോൾ ഞാൻ ആകെ തകരുവാനായിട്ടെടുത്തു. മാനസികമായി ഞാൻ വളരെ പ്രയാസപ്പെട്ട ഒരു സാഹചര്യം. ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞത് ഈ അസുഖത്തിന് മരുന്നുമില്ല, ഓപ്പറേഷനും ഇല്ല. ഈ വ്യക്തിയെ ഒരാള് കൂടെ നിന്ന് പരിചരിക്കുകയും ചെയ്യണം. അതും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിയത്തില്ലാത്ത ഒരവസ്ഥ. ഒന്നും ചെയ്യാൻ സ്വയമായിട്ട് ചെയ്യത്തില്ല, നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. ഞാനൊരു കാർപ്പൻ്ററാണ്. അപ്പൊ ഈ അമ്മയുടെ അസുഖമാണ് എന്നെ വല്ലാതെ എനിക്ക് വളരെ പ്രയാസമാണ് എൻ്റെ അമ്മയുടെ ഈ അസുഖം. ഞാൻ വളരെ ഒരു സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞു, ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ കഴിയത്തില്ല. ഈ മാതാവിനെ ഈ സമയത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വന്നു. ഒന്നും പോകാൻ പറ്റാതെ എൻ്റെ മാതാവ് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോയാൽ എന്നാൽ തിരിച്ചു വരാത്തൊരു അവസ്ഥയായിരുന്നു. വീട് വിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇറങ്ങി എങ്ങോട്ടോ പോയി കളയും. കണ്ടില്ല എങ്കിൽ നമ്മൾ അന്വേഷിച്ച് നടക്കും. അപ്പോൾ എപ്പോഴും മാതാവിന്റെ അടുത്ത് ഒരാൾ വേണം. സ്വന്തമായി ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ഇങ്ങനത്തെ ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിച്ചു ശരിക്കും പറഞ്ഞാൽ? അപ്പോഴാണ് ഞാൻ ഈ ദൈവത്തെ കുറിച്ച് ഒരു ചിന്ത. ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടല്ലോ. അപ്പൊ ആ ദൈവത്തെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങി. ദൈവത്തിന് ഒരു സമാധാനം, ആശ്വാസം നൽകുവാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ വേദപുസ്തകമുണ്ട്. അതുവരെ ഞാനത് അറിഞ്ഞിട്ടില്ല, തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ആ ദൈവത്തെ അറിയാൻ വേണ്ടി വേദപുസ്തകം ഞാൻ വായിക്കുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ജീവിതം തന്നെ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ എനിക്ക് ഉണ്ടായതൊരു മാനസാന്തരമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഞാൻ ജീവിച്ച ഒരു സാഹചര്യമായിരുന്നു എനിക്ക്. വീട്ടിൽ പോലും കാര്യങ്ങളൊന്നും നോക്കാതെ ഞാൻ എൻ്റെ സന്തോഷത്തിൽ ജീവിച്ച ഒരാളാണ്. പക്ഷെ ഈ ദൈവത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞപ്പോഴാണ്, ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശു ഉണ്ടെന്നും യേശു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുവെന്നും നമ്മുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും നീക്കുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ അതൊന്നും അറിയാതെ ഇത്രയും കാലം ജീവിച്ചു ഒരു സാഹചര്യമാണ്. എന്നാൽ ഞാൻ പതിയെ ആ ദൈവസ്നേഹം അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വലിയൊരു സമാധാനവും ആശ്വാസവും യേശു നൽകുവാനായിട്ടിടയായിരുന്നു. എന്നെ ആശ്വസിപ്പിച്ച ഒരു വചനമാണ് കർത്താവ്
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ വചനം എന്നെ വളരെ എനിക്ക് ആ വചനം കേട്ടപ്പോൾ തന്നെ ആരെല്ലാം ഞങ്ങളെ സഹായിക്കാൻ വന്നില്ലേലും കുടുംബക്കാരുണ്ടെങ്കിലും ആ ഒരു യേശുവിൻ്റെ ആ വചനം എനിക്ക് വളരെ ആശ്വാസമായി. തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം അനുഭവിച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എത്രമാത്രമുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാനൊരു സന്തുഷ്ടവാനാണ്. എല്ലാ വീട്ടുകാർക്കും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു മകനായി ഇന്ന് എനിക്ക് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിലപ്പെട്ട സമയം സിബിയുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ ഷെയർ ചെയ്തതിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കും സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ ശരിക്കും പറയാനായിട്ടുള്ളത്? ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. ആ പ്രയാസവേളയിൽ എന്നെ രക്ഷിച്ചത്, എന്നെ ആശ്വസിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ വചനമാണ് എന്നെ ആ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ ബലപ്പെടുത്തിയത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ആ യേശുവിൻ്റെ വചനം എന്നെ വളരെ എൻ്റെ പ്രയാസവേളയിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ, അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അതെനിക്ക് മനസ്സിലാക്കുവാൻ ആ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളെയും സഹായിക്കും. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. ഇവിടെ കേട്ട വചനം പോലെ ആ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ സഹായിച്ച എനിക്ക് സന്തോഷം തന്ന യേശു നിങ്ങളെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കേട്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ ദൈവം നമുക്ക് കരുത്ത് തന്ന് മുന്നോട്ട് നയിക്കും. നമുക്ക് അദ്ദേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള സഹോദരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ വചനങ്ങളെ കേട്ട ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ഒരു വഴി തുറക്കുവാൻ, ഒരു നല്ല ശബ്ദം കേൾക്കുവാൻ കൊതിയോടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഈ വചനം ക്രിയ ചെയ്യേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് വചനം കേട്ട ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുക, നിങ്ങൾ വിശേഷാൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗം നടക്കുന്നത് കഴുത്തുമുട്ട് ജംഗ്ഷനിലുള്ള ആൽബർട്ട് ഐസക് ഹാൾ എന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരത്ത് 4:30 മുതൽ 6:30 മണി വരെ അവിടെ ധ്യാന യോഗങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളെ വിശേഷാൽ ആ പ്രാർത്ഥനാ യോഗങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും ദൈവം പരിഹരിക്കും. ഞങ്ങൾക്ക് എഴുതുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.